നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. നമുക്ക് കുവൈത്തിലെ ബലിപെരുന്നാളുമായി ബന്ധപ്പെട്ടുള്ള അവധിയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. ഒപ്പം അതുപോലെ തന്നെ റഹീമിൻ്റെ മോചനം എന്തായി എന്ന് കുറച്ചുപേർ ചോദിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട വാർത്തയും വരുന്നുണ്ട്. ഒപ്പം അതുപോലെ തന്നെ ജോലിയുമായി ബന്ധപ്പെട്ട പ്രവാസികളുടെ ജോലിയുമായി ബന്ധപ്പെട്ട ചില നിയമങ്ങളുടെ വാർത്തകൾ എല്ലാം നമുക്ക് അറിയാം. നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് ഒന്നുകൂടി സ്വാഗതം. കുവൈറ്റിൽ ബലിപെരുന്നാൾ അവധി പ്രഖ്യാപിച്ചു. മെയ് 26 ചൊവ്വാഴ്ച മുതൽ മെയ് 31 ഞായറാഴ്ച വരെ എല്ലാ മന്ത്രാലയങ്ങൾക്കും സർക്കാർ ഏജൻസികൾക്കും പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും അവധിയാണ്. മെയ് 26 മുതൽ 29 വരെ ഔദ്യോഗിക അവധിയായും മെയ് 30, 31 തീയതികൾ വിശ്രമ ദിനങ്ങളായും കണക്കാക്കും. ഔദ്യോഗിക പ്രവർത്തനങ്ങൾ ജൂൺ 1 തിങ്കളാഴ്ച പുനരാരംഭിക്കും. പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് അബ്ദുള്ള അൽ അഹമ്മദ് അൽ സബാഹിന്റെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം എടുത്തത്. പ്രത്യേക സ്വഭാവമുള്ള ജോലി സംവിധാനങ്ങളുള്ള വകുപ്പുകൾ പൊതുതാൽപര്യം പരിഗണിച്ച് ബന്ധപ്പെട്ട അധികാരികൾ മുഖേന അവധി ക്രമീകരണങ്ങൾ തീരുമാനിക്കുമെന്ന് മന്ത്രിസഭ അറിയിച്ചു. ബലിപെരുന്നാളിനോടനുബന്ധിച്ച് അമീർ ഷെയ്ഖ് മിഷാൽ അൽ അഹമ്മദ് അൽ ജാബർ അൽ സബാഹിനും കിരീടാവകാശി ഷെയ്ഖ് സബാഹ് ഖാലിദ് അൽ ഹമ്മദ് അൽ സബാഹിനും രാജ്യത്തെ പൗരന്മാർക്കും പ്രവാസികൾക്കും മന്ത്രിസഭ ആശംസകൾ നേർന്നു. ഇസ്ലാമിക അറബ് രാജ്യങ്ങൾക്ക് സമാധാനവും സമൃദ്ധിയും ആശംസിക്കുകയും ചെയ്തു. സൗദി അറേബ്യയിലെ സ്വകാര്യ മേഖലയിലെയും NGO സ്ഥാപനങ്ങളിലെയും ജീവനക്കാർക്കുള്ള ബലിപെരുന്നാൾ അവധി മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയം പ്രഖ്യാപിച്ചിട്ടുണ്ട്. 4 ദിവസമാണ് ഇത്തവണത്തെ പെരുന്നാൾ അവധി. മെയ് 26 ദുൽഹജ്ജ് 9 ചൊവ്വാഴ്ചയിലെ അറഫ ദിനം മുതലാണ് അവധി ആരംഭിക്കുന്നത്. രാജ്യത്തെ തൊഴിൽ നിയമത്തിലെ എക്സിക്യൂട്ടീവ് ചട്ടങ്ങളിൽ വ്യക്തമാക്കിയ നിബന്ധനകൾക്ക് വിധേയമായാണ് ഈ അവധി അനുവദിച്ചിരിക്കുന്നതെന്നും മന്ത്രാലയം ഔദ്യോഗികമായി വിശദീകരിച്ചു. UAE-യിൽ സ്വകാര്യ മേഖലയിലെ ജീവനക്കാർക്ക് 4 ദിവസത്തെയും പൊതുമേഖലയ്ക്ക് 5 ദിവസത്തെയും ശമ്പളത്തോടു കൂടിയ അവധിയാണ് ലഭിക്കുക. സ്വകാര്യ മേഖലയിലെ ജീവനക്കാർക്ക് മെയ് 26 ചൊവ്വാഴ്ച അറഫ ദിനം മുതൽ മെയ് 29 വെള്ളിയാഴ്ച വരെയാണ് അവധി. തുടർന്ന് ശനി, ഞായർ വാരാന്ത്യ അവധി ദിവസങ്ങൾ കൂടി കഴിയുന്നതോടെ ജീവനക്കാർ ജൂൺ 1 തിങ്കളാഴ്ച തിരികെ ജോലിയിൽ പ്രവേശിക്കണം. ചൊവ്വാഴ്ച മുതൽ ബലിപെരുന്നാൾ അവധി ലഭിക്കും. അവധി കഴിഞ്ഞ് മെയ് 31 ഞായറാഴ്ച മുതൽ സ്ഥാപനങ്ങൾ വീണ്ടും പ്രവർത്തനം പുനരാരംഭിക്കും. സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് കൊടമ്പുഴ സ്വദേശി അബ്ദുൾ റഹീമിന്റെ മോചനത്തിനായുള്ള നിയമ നടപടികൾ അതിവേഗം പുരോഗമിക്കുന്നതായി സഹായ സമിതി അറിയിച്ചു. ജയിൽ മോചനത്തിന് ശേഷമുള്ള അന്തിമഘട്ടമായ എക്സിറ്റ് വിസ ഏതു നിമിഷവും ലഭ്യമായേക്കുമെന്നാണ് സമിതി നൽകുന്ന സൂചന. വിസ ലഭിക്കുന്ന മുറയ്ക്ക് എത്രയും വേഗം ജന്മനാട്ടിലേക്ക് മടങ്ങാനുള്ള യാത്രാരേഖകൾ ഇന്ത്യൻ എംബസി ഇതിനോടകം തന്നെ പൂർണ്ണമായും സജ്ജമാക്കിയിട്ടുണ്ട്. ലോകമെമ്പാടുമുള്ള മലയാളി സമൂഹം ഒന്നടങ്കം കാത്തിരിക്കുന്ന ശുഭവാർത്ത പ്രവാസി ലോകത്തേക്ക് ഉടൻ തന്നെ എത്തുമെന്ന പ്രതീക്ഷയിലാണ് അധികൃതർ. എന്നാൽ സൗദി അറേബ്യയിൽ ബലിപെരുന്നാൾ അവധി ആരംഭിക്കുന്ന പശ്ചാത്തലത്തിൽ ഔദ്യോഗിക നടപടികൾക്ക് നേരിയ താമസം നേരിടുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിലും നടപടിക്രമങ്ങൾ തടസ്സമില്ലാതെ വേഗത്തിലാക്കാൻ ഊർജിതമായ ശ്രമങ്ങളാണ് നടക്കുന്നത്. ജയിൽ അധികൃതരുമായും ബന്ധപ്പെട്ട മറ്റ് സർക്കാർ വകുപ്പുകളുമായും റിയാദിലെ ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥരും കുടുംബത്തിന്റെ പവർ ഓഫ് അറ്റോർണിയായ സിദ്ദിഖ് തുവൂരും നിരന്തരം സമ്പർക്കം പുലർത്തി വരികയാണ്. അന്തിമ അനുമതികൾ വൈകാതെ ലഭ്യമാക്കി റഹീമിന്റെ നാട്ടിലേക്കുള്ള മടക്കം എത്രയും പെട്ടെന്ന് സാധ്യമാക്കാനാണ് ഇവർ ശ്രമിക്കുന്നത്. എല്ലാ ദിവസവും കൃത്യസമയത്ത് തന്നെ ജോലിയിൽ പ്രവേശിക്കുമെന്നാൽ ഒരു ദിവസം ഇത് വൈകി. ഈ കാരണത്താൽ തൊഴിൽ ഉടമകൾക്ക് ശമ്പളം കുറയ്ക്കാൻ അധികാരമുണ്ടോ? നമ്മളിൽ പലർക്കും ഇത് തോന്നിയിട്ടുണ്ടാകാം. കാരണം പ്രവാസികൾ പലപ്പോഴും UAE-യിലെ തൊഴിൽ നിയമങ്ങളെക്കുറിച്ച് കൃത്യമായി അറിയാത്തതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ വലിയ ആശങ്കാകുലരായിരിക്കും. UAE തൊഴിൽ നിയമം അനുസരിച്ച് ഒരു ജീവനക്കാരൻ ജോലിക്ക് വൈകി എത്തിയാൽ ശമ്പളം കുറയ്ക്കാൻ തൊഴിലുടമയ്ക്ക് നിയമപരമായി അവകാശമുണ്ട്. അച്ചടക്ക നടപടിയുടെ ഭാഗമായാണ് ഈ നീക്കം. 2021 ഫെഡറൽ ഡിഗ്രി നിയമ നമ്പർ 33 ആർട്ടിക്കിൾ 39(1) അനുസരിച്ചാണ് കമ്പനികൾക്ക് ഇതിനുള്ള അനുവാദം ലഭിക്കുന്നത്. അതിനാൽ കമ്പനിയുടെ നിയമങ്ങളോ അല്ലെങ്കിൽ ഗവൺമെന്റ് നിർദ്ദേശങ്ങളോ തെറ്റിക്കുന്ന ജീവനക്കാർക്ക് ശമ്പളം കുറയ്ക്കാൻ നിയമം തൊഴിലുടമയ്ക്ക് അധികാരം നൽകുന്നുണ്ട്. എന്നാൽ പല കമ്പനികളും വിചാരിക്കുന്നത് പോലെ തോന്നിയതുപോലെ ഒരു ദിവസം പെട്ടെന്ന് ശമ്പളം കുറയ്ക്കാൻ അവർക്ക് കഴിയില്ല. UAE മന്ത്രാലയം പറയുന്ന കൃത്യമായ ചില നടപടിക്രമങ്ങൾ കമ്പനികൾ പാലിച്ചിരിക്കണമെന്ന് നിർബന്ധമാണ്. ഇനി ശമ്പളം കുറയ്ക്കണമെങ്കിൽ ഒരു കമ്പനിക്ക് നിയമപരമായി പെനാൽറ്റി ഷെഡ്യൂൾ ഉണ്ടായിരിക്കണം. 2022 ക്യാബിനറ്റ് അനുസരിച്ച് നവംബർ 1 ആർട്ടിക്കിൾ 24(2) ഓരോ തെറ്റിനും എന്തൊക്കെ ശിക്ഷകളാണ് നൽകുക എന്ന് വ്യക്തമാക്കിയിട്ടുമുണ്ട്. ഈ കോഡ് നിർമ്മിക്കാൻ തൊഴിലുടമകൾ ബാധ്യസ്ഥരാണ്. അതായത് ഒരു ജീവനക്കാരന് ജോലിക്ക് വൈകി വന്നാൽ ആദ്യം എന്ത് ചെയ്യണം, രണ്ടാമതും ആവർത്തിച്ചാൽ എന്ത് ചെയ്യണം എന്ന് ഇതിൽ വ്യക്തമാക്കിയിട്ടുണ്ടാകും. സാധാരണയായി ആദ്യത്തെ തവണ വൈകി വരുമ്പോൾ രേഖാമൂലം മുന്നറിയിപ്പും നൽകി. തുടർന്ന് അതിനുശേഷവും ഇത് തുടരുകയാണെങ്കിൽ മാത്രമേ ശമ്പളത്തിൽ നിന്ന് പണം കുറയ്ക്കാൻ നിയമം പറയുന്നുള്ളൂ. കൂടാതെ ഈ അച്ചടക്ക നയം ജീവനക്കാരെ മുൻകൂട്ടി അറിയിക്കുകയും വേണം.
ഇനി നിങ്ങളുടെ കമ്പനിയിൽ ഇത്തരം നിയമങ്ങളോ മുന്നറിയിപ്പുകളോ ഇല്ലാതെ പെട്ടെന്നൊരു ദിവസം നിങ്ങളുടെ ശമ്പളം കുറയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായി ചോദിക്കാം. കൃത്യമായ കാരണങ്ങളില്ലാതെയാണ് ശമ്പളം പിടിക്കുന്നതെന്ന് ബോധ്യപ്പെട്ടാൽ UAEയിലെ ഹ്യൂമൻ റിസോഴ്സ് ആൻഡ് എമിറേറ്റൈസേഷൻ മന്ത്രാലയത്തിൽ നിങ്ങൾക്ക് പരാതി നൽകാനും സാധിക്കും. അതുകൊണ്ട് നമ്മൾ പ്രവാസികൾ ജോലി ചെയ്യുന്ന കമ്പനിയിലെ ഇത്തരം അച്ചടക്ക നിയമങ്ങളെക്കുറിച്ച് ചോദിച്ചു മനസ്സിലാക്കാൻ എപ്പോഴും ശ്രദ്ധിക്കണം. UAEയിൽ ജോലി ചെയ്യുന്ന എല്ലാ പ്രവാസികളും അറിഞ്ഞിരിക്കേണ്ട ഒരു തൊഴിൽ നിയമമാണ് ഇത്. കാരണം നമ്മുടെ അവകാശങ്ങൾ നമ്മൾ തന്നെ കൃത്യമായി മനസ്സിലാക്കി വയ്ക്കണം. ആദ്യം ഇത് അറിയണമെന്നില്ല, എന്നാൽ ഈ കാര്യം നമ്മുടെ ജീവിതത്തിൽ കൈവന്നാൽ മാത്രമേ കൂടുതൽ ആളുകൾക്കും ഇതിനെക്കുറിച്ച് ആലോചിക്കാൻ പറ്റാറുള്ളൂ. UAEയിലെ പ്രവാസികൾ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന ഒന്നാണ് ഈദ് അൽ ഫിദറിന്റെ അവധി. ഈ സമയങ്ങളിൽ പലരും കുടുംബത്തോടൊപ്പം നാട്ടിലേക്ക് പോകാനും അല്ലെങ്കിൽ ഒരു ചെറിയ വിനോദയാത്ര പ്ലാൻ ചെയ്യാനും ഒക്കെയുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ടാകാം. എന്നാൽ ഈ യാത്ര തിരക്ക് മുതലെടുത്ത് കൊണ്ട് പ്രവാസികളെ ചതിയിൽപ്പെടുത്താൻ വലിയൊരു തട്ടിപ്പ് സംഘം തന്നെ UAEയിൽ വലവിഴിച്ചു കഴിഞ്ഞു എന്ന മുന്നറിയിപ്പാണ് ദുബായ് പോലീസ് നൽകുന്നത്. വളരെ കുറഞ്ഞ ചെലവിൽ ആകർഷകമായ യാത്രാ ഓഫറുകൾ നൽകി പ്രവാസികളുടെ പണം തട്ടിയെടുക്കുന്ന ഒരുപാട് സംഭവങ്ങൾ ഈ മെയ് മാസത്തിൽ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ദുബായ് പോലീസ് ആരംഭിച്ച ക്യാമ്പയിന്റെ ഭാഗമായി നമ്മൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട തട്ടിപ്പുകളുടെ രീതികളും അതിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടാം എന്നും അറിയേണ്ടത് അത്യാവശ്യമാണ്. ഇത്തരം തട്ടിപ്പുകൾ UAEയിൽ നേരത്തെയും റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ വീണ്ടും തട്ടിപ്പുകൾ വ്യാപകമാകുന്നതോടെ നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. കൂടാതെ സാധാരണമായി എങ്ങനെയാണ് ഇത്തരത്തിൽ തട്ടിപ്പുകാർ പ്രവർത്തിക്കുന്നത് എന്ന് നമ്മൾ ആദ്യം തിരിച്ചറിയണം. ദുബായ് പോലീസ് നൽകുന്ന വിവരങ്ങൾ അനുസരിച്ച് ട്രാവൽ ഏജൻസികളുടെയോ ടൂറിസം കമ്പനികളുടെയോ ഒറിജിനൽ ലോഗോയുടെ ചിത്രങ്ങളും ഒക്കെ വ്യാജമായി ഉപയോഗിച്ചാണ് ഇവർ സോഷ്യൽ മീഡിയയിൽ പരസ്യങ്ങൾ സാധാരണയായി നൽകുന്നത്. നിലവിലെ മാർക്കറ്റിലുള്ള നിരക്കിനേക്കാൾ പകുതി വിലയ്ക്ക് വിമാന ടിക്കറ്റ്, ഹോട്ടൽ താമസ, വിദേശ ടൂറിസം പാക്കേജുകൾ എന്നിവ ഇവർ വാഗ്ദാനം ചെയ്യും. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം എന്നിവയിലൂടെ മാത്രമല്ല വാട്സ്ആപ്പ് പോലെയുള്ള മെസ്സേജിംഗ് ആപ്പുകൾ വഴിയും ചിലപ്പോൾ നിങ്ങളെ നേരിട്ട് വിളിച്ച ഫോണിലൂടെയും ഒക്കെ ഈ ഓഫറുകൾ പറയാറുമുണ്ട്. അത്തരം ചതികളിൽ വീഴാതിരിക്കുക. ഇനി കുറച്ചു സീറ്റുകൾ മാത്രമേ ബാക്കിയുള്ളൂ എന്നോ അല്ലെങ്കിൽ ഈ ഓഫർ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ അവസാനിക്കുമെന്നോ പറഞ്ഞ് ചിന്തിക്കാൻ പോലും സമയം തരാതെ പെട്ടെന്ന് പണമടയ്ക്കാൻ ഇവർ നിങ്ങളെ നിർബന്ധിക്കും. ഇങ്ങനെ തിടുക്കപ്പെട്ട് പണം നൽകുന്നതോടെയാണ് പല പ്രവാസികളും തട്ടിപ്പിന് ഇരയാകുന്നത്. അതിനാൽ ഇത്തരം തട്ടിപ്പിന് ഇരയാകാതിരിക്കാൻ ദുബായ് പോലീസ് നൽകുന്ന മുന്നറിയിപ്പ് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്നാമതായി, മറ്റൊരിടത്തും കിട്ടാത്ത വിധം വിശ്വസിക്കാൻ കഴിയാത്ത അത്ര കുറഞ്ഞ വിലയിലാണ് ഓഫറെങ്കിൽ ആദ്യം തന്നെ സംശയിക്കണം. രണ്ടാമതായി, സമയം തരാതെ പെട്ടെന്ന് പണം തരാൻ അവർ സമ്മർദ്ദം ചെലുത്തുന്നതാണ്. മൂന്നാമത്തേത് വളരെ പ്രധാനമാണ്. ഒരു കമ്പനിയുടെ അക്കൗണ്ടിലേക്കല്ലാതെ ഏതെങ്കിലും വ്യക്തികളുടെ അല്ലെങ്കിൽ സ്വന്തം പേരുള്ള പേഴ്സണൽ അക്കൗണ്ടുകളിലേക്ക് പണം അയക്കാൻ അവർ ആവശ്യപ്പെടും. നാലാമതായി, അവർ അയച്ചു തരുന്ന പേയ്മെൻറ്റ് ലിങ്കുകൾ നമ്മൾ കണ്ടതിൽ നിന്നൊക്കെ മാറ്റമുള്ളതായിരിക്കും. കൂടാതെ സുരക്ഷിതമല്ലാത്തതാണെന്ന് പെട്ടെന്ന് തന്നെ മനസ്സിലാകുകയും ചെയ്യും. അഞ്ചാമത്, അവരുടെ വെബ്സൈറ്റുകൾ ശ്രദ്ധിച്ചാൽ അതിൽ അക്ഷരത്തെറ്റുകളോ അല്ലെങ്കിൽ വിചിത്രമായ ഡൊമൈൻ പേരുകളോ കാണാം. ആറാമതായി, അവരുടെ സോഷ്യൽ മീഡിയ പേജുകൾക്ക് വലിയ അപ്ഡേഷനോ നല്ല റിവ്യൂകളോ ഒന്നും തന്നെ ഉണ്ടാകാറില്ല. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കണ്ടാൽ ഇത്തരം ഡീലുകളിൽ നിന്ന് ഉടൻ തന്നെ പിന്മാറേണ്ടതാണ്. UAEയിൽ പാസ്പോർട്ട് പുതുക്കൽ എളുപ്പമാകുന്നു. നേരത്തെ ഉണ്ടായിരുന്നത് പോലെ നീണ്ട ക്യൂവും കാലതാമസവും ഇനി ഉണ്ടാവില്ല. ഇനി മുതൽ പാസ്പോർട്ട് പുതുക്കാനും മറ്റ് കോൺസുലാർ സേവനങ്ങൾക്കുമായി അൽഹിദ് ഗ്രൂപ്പ് UAEയിൽ ഇന്ത്യൻ എംബസിയുടെ പുതിയ ഔദ്യോഗിക കോൺസുലാർ സേവന ദാതാവായി ചുമതലയേൽക്കുകയാണ്. ജൂലൈ മാസം 1-ാം തീയതി മുതൽ UAEയിലുടനീളം 16 പുതിയ അത്യാധുനിക പാസ്പോർട്ട് കേന്ദ്രങ്ങളാണ് അൽഹിദ് തുറക്കുന്നത്. കഴിഞ്ഞ 10 വർഷത്തിലധികമായി UAEയിലെ ഇന്ത്യൻ പാസ്പോർട്ട് സേവനങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത് BLS ഇന്റർനാഷണൽ ആയിരുന്നു. എന്നാൽ ഈ കരാർ കാലാവധി അവസാനിച്ചതിനെ തുടർന്ന് അബുദാബിയിലെ ഇന്ത്യൻ എംബസി ഈ വലിയ ദൗത്യം അൽഹിദ് ടൂറിസ്റ്റ് ആൻഡ് ട്രാവൽസിന് കൈമാറിയിരിക്കുകയാണ്. ജൂലൈ 1-ാം തീയതി മുതൽ പൊതുജനങ്ങൾക്ക് വേണ്ടിയുള്ള സേവനങ്ങൾ ആരംഭിക്കുമെന്ന് കമ്പനി കൃത്യമായി തന്നെ കാര്യങ്ങൾ അറിയിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. കൂടാതെ ദുബായ്, അബുദാബി, ഷാർജ, കൽബ, ഖോർഫഖാൻ, ഫുജൈറ തുടങ്ങി UAEയിലെ പ്രധാനപ്പെട്ട 16 സ്ഥലങ്ങളിലാണ് പുതിയ കേന്ദ്രങ്ങൾ വരുന്നത് എന്ന പ്രവാസികൾക്ക് ഏറെ ആശ്വാസമാണ്. ഇതിലെ ഏറ്റവും വലിയ ഓഫീസ് വരുന്നത് ദുബായിലെ ഈ ബർ ദുബായ് ഏരിയയിലാണ് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. UAEയിൽ ചൂട് ഉയർന്ന സാഹചര്യത്തിനിടയിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ പൊടിക്കാറ്റിന് സാധ്യതയുണ്ടെന്ന് നാഷണൽ സെന്റർ ഓഫ് മെറ്റീരിയോളജി അറിയിച്ചു. ദുബായ്, അബുദാബി, ഷാർജ തുടങ്ങിയ പ്രധാന എമിറേറ്റുകളിലെല്ലാം ഇന്ന് രാവിലെ മുതൽ കനത്ത പൊടിക്കാറ്റ് വീശിയിരുന്നു. പൊടിക്കാറ്റ് ശക്തമായതിനെ തുടർന്ന് ഇന്ന് വൈകുന്നേരം 7 മണിവരെ അധികൃതർ രാജ്യത്ത് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാകുന്നതിനാൽ പൊടി അലർജിയോ ശ്വാസകോശ സംബന്ധമായ മറ്റ് അസുഖങ്ങളോ ഉള്ള UAE നിവാസികൾ പരമാവധി വീട്ടിനുള്ളിൽ തന്നെ തുടരണമെന്ന് ആരോഗ്യ വിദഗ്ധർ അറിയിച്ചു. ഇന്ന് രാവിലെ 11 മണിയോടെ ദുബായ്, ഷാർജ, അബുദാബി എന്നിവിടങ്ങളിലെല്ലാം പൊടിക്കാറ്റ് കാരണം പൊടിപടലങ്ങൾ അന്തരീക്ഷത്തിൽ
ഉയരുകയും റോഡുകളിലെ ദൃശ്യപരത 1000 മീറ്ററിലും താഴെയായി കുറഞ്ഞതായും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കി. ഇത് വാഹനമോടിക്കുന്ന പ്രവാസികൾക്ക് വലിയ വെല്ലുവിളിയാണ് ഉയർത്തിയിരുന്നത്. വരും മണിക്കൂറുകളിലും ദൂരക്കാഴ്ച പരിമിതപ്പെടാൻ സാധ്യതയുള്ളതിനാൽ റോഡുകളിൽ കനത്ത ജാഗ്രത പാലിക്കണമെന്നും മുൻപിലുള്ള വാഹനങ്ങളുമായി കൃത്യമായ അകലം പാലിക്കണമെന്നും ട്രാഫിക് അധികൃതരും നിർദ്ദേശം നൽകി. വരും ദിവസങ്ങളിൽ UAE-യിൽ പൊതുവെ തെളിഞ്ഞ കാലാവസ്ഥയായിരിക്കുമെങ്കിലും അന്തരീക്ഷം പൂർണ്ണമായും പൊടി നിറഞ്ഞതായിരിക്കും. കൂടാതെ നിലവിൽ രാജ്യത്തിന്റെ തീരദേശങ്ങളിലും ഉൾപ്രദേശങ്ങളിലും പകൽ സമയത്തെ താപനില 43 ഡിഗ്രി സെൽഷ്യസിനും 45 ഡിഗ്രി സെൽഷ്യസിനും ഇടയിൽ ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് അറിയിപ്പ്. പർവ്വത പ്രദേശങ്ങളിൽ കുറഞ്ഞ താപനിലയായിരിക്കുമെന്നും ഉയർന്ന താപനില എന്നത് 29 ഡിഗ്രി സെൽഷ്യസിനും 34 ഡിഗ്രി സെൽഷ്യസിനും ഇടയിലായിരിക്കാനും സാധ്യതയുണ്ട് എന്നുമാണ് അറിയിപ്പിൽ വ്യക്തമാക്കുന്നത്. ന്യൂനമർദ്ദത്തിന്റെയും ഉയർന്ന മർദ്ദ സംവിധാനത്തിന്റെയും സ്വാധീനത്തിലാണ് ഈ കാലാവസ്ഥ മാറ്റമെന്ന് നേരത്തെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരുന്നു. കൂടാതെ വരും ദിവസങ്ങളിലും ശക്തമായ കാറ്റ് വീശാൻ സാധ്യതയുണ്ട്. അതിനാൽ ബലിപെരുന്നാൾ ഷോപ്പിംഗ് ചെയ്യുന്നവർ അധികൃതർ നൽകുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുക. മറ്റു വാർത്തകളുമായി അടുത്ത ദിവസം കാണാം. നമസ്കാരം.